ഒരു മുംബൈയിലെ വൈജയെ സത്യമറിയിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാലിനും അപ്പനും കൂടി ഒരുപാട് കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേസമയം അപ്പൻ പറയുന്നുണ്ട്, മോനെ, നീ ആവശ്യമില്ലാതെ ആ കാര്യങ്ങളൊന്നും തിരക്കി പോവേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ആ കഴിഞ്ഞ കാലം ഇനി നീ ഓർക്കാനായിട്ട് നിൽക്കേണ്ട, അത് വിട്ടേക്കാനായിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അങ്ങനെയൊന്നും വിടാനായിട്ട് പറ്റില്ല. അവൾ എൻ്റെ മകളാണെങ്കിൽ എനിക്ക് അവളെ സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നമ്മുടെ സ്റ്റാലിൻ അപ്പനോട് പറയുകയാണ്. ഇവിടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിൻ്റെ ഈ പ്രവൃത്തിയെ വളരെയധികം രൂക്ഷമായി തന്നെ വിമർശിക്കുകയും സ്റ്റാലിനോടൊരു വിരോധം മനസ്സിൽ വെക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കാണാം. അമ്മാതിരി ചോദ്യങ്ങളാണല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാലിനും അപ്പനും കൂടി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ വളരെയധികം കലിപ്പിലാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനെ തേടി വീണ്ടും സ്റ്റാലിൻ്റെ കോൾ വരികയാണ്. എന്താ മിസ്റ്റർ സ്റ്റാലിൻ, പറയൂ എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതിനും ചോദിച്ചതിനും എല്ലാത്തിനും സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും സോറി. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും നേരത്തെ പെരുമാറിയത് കുറച്ച് മോശമായി തന്നെയാണ്, ഞാനും നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുന്നു. അല്ല, എന്താ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. എനിക്കെൻ്റെ മകളെ ഒന്ന് കാണാനായിട്ട് സാധിക്കുമോ, അവളോടൊന്ന് സംസാരിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം, വരുന്നതിന് മുമ്പൊന്ന് വിളിച്ചിട്ട് വരണമെന്ന് മാത്രം എന്ന് പറയുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ താൻ നാളെ തന്നെ വരാം എൻ്റെ മകളെ കാണാൻ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ ബാലചന്ദ്രൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുന്നു. ഇവിടെ അലീനയാണെങ്കിൽ വൈജയന്തിയുടെ വീട്ടിലേക്ക്, കൊല്ലപ്പള്ളിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആദ്യം തന്നെ മനുവിനെ കാണുന്നത്. മനുവിനെ കണ്ടതും മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അലീന നീ വന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീന വന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുകയാണ്. അതായത്, ഞാൻ മേഡത്തെ കാണാനായിട്ട് വന്നതാണെന്നും മേഡത്തോട് പോവുകയാണെന്ന് പറയാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ, അതൊക്കെ എന്തിനാ പറയുന്നത്, അതായത് അടിക്കണമെങ്കിൽ നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ പറയേണ്ട കടമയുണ്ടല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു വലിയ ബോംബ് പൊട്ടിക്കാൻ തന്നെയാണ് നമ്മുടെ അലീന എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോംബ് എന്നാൽ അലീനയുടെ ജന്മരഹസ്യം വൈജയോട് പറയാനായിട്ട്. അലീന മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ വൈജയന്തിയാണെങ്കിൽ ഒരുപാട് ശപിക്കുകയും ശാപവാക്കുകൾ പറയുകയും അലീനയെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ എന്തോരം വേണമെങ്കിലും ശപിക്കാം, എന്നെ ഉപദ്രവിക്കാം, തല്ലാം, ഞാൻ നിങ്ങളെ തിരിച്ചൊന്നും ചെയ്യില്ല. കാരണം എന്താണെന്നാൽ നിങ്ങളെൻ്റെ അമ്മയാണെന്ന് പറയുന്നു. അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയധികം നിങ്ങളെ സഹിച്ചത്, നിങ്ങളുടെ ക്രൂരതകൾ ഞാൻ സഹിച്ചത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ, എങ്ങനെ നീ എന്തൊക്കെ നുണയാ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, 23 വർഷം മുമ്പ് മാഡം ഒരു പുരുഷനെ അറിഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ബന്ധത്തിലൊരു കുഞ്ഞ് പിറന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജയന്തി ആകെ ഞെട്ടിപ്പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഈ കഥയൊക്കെ നിന്നോടാരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ആ ബന്ധത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന കുഞ്ഞാണ് ഞാൻ, പിന്നെ എന്നോട് ആര് എന്തിന് കഥ പറഞ്ഞു തരണം, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മകളാണ്, നിങ്ങൾ ഇതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതും ശപിച്ചതും എന്നെ തന്നെയാണ്, അതായത് നിങ്ങളെ തന്നെ എന്ന് അലീന തറപ്പിച്ച് പറയുന്നു. എന്തായാലും എനിക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരു തവണ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്ന് നമ്മുടെ അലീന പറഞ്ഞ് പോകുമ്പോൾ വൈജയന്തി ആകെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. തൻ്റെ മകളായിരുന്നോ ഇത്, തൻ്റെ മകളായിരുന്നത് കൊണ്ടാണോ ഇവൾ ഇത്രയും ക്ഷമിച്ചത്, തൻ്റെ കുടുംബത്തെ ഒറ്റക്കെട്ടായി നിർത്താനായിട്ട് പരിശ്രമിച്ചത് എന്ന് ചിന്തിക്കുന്ന കാഴ്ച, കൂടാതെ തന്നെ മനുവിനോടും ശിവനോടും ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നൊരു കാഴ്ച. ഒടുവിൽ മനുവും ശിവനും വൈജയോട് ആ കാര്യം പറയുന്നുണ്ട്, ആൻറ്റിയുടെ മോള് തന്നെയാണ്, നിൻ്റെ മകൾ തന്നെയാണ് അലീന എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇത് അറിയാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ ഈ അകൽച്ചയെല്ലാം കാണിച്ചതെന്ന്
വൈജയന്തി തിരിച്ചറിയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.